കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശാലത്തിലെ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതം എന്ന് അറിയപ്പെടുന്ന വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നമ്മൾ കണ്ടതുപോലെ 1 സാമുവേൽ 1-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ സാമുവേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹന്ന സാമുവേലിനെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം സാമുവേലിനെ കിട്ടിയപ്പോൾ നടത്തുന്ന പ്രാർത്ഥന നമുക്ക് 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ കാണുവാൻ സാധിക്കും. ആ ഒരു ശൈലി തന്നെയാണ് മറിയവും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. മറിയത്തിൻ്റെ സ്തോത്രഗീതം പ്രധാനമായും 3 ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം അവളെ അനുഗ്രഹിച്ചത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന മറിയത്തെയാണ് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുക. അതുപോലെ 2-ാമത്തെ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തെ മറിയം എങ്ങനെയാണ് കാണുന്നതെന്നാണ്. 3-ാം ഭാഗത്ത് ദൈവം ഇസ്രായേലിനെ അനുസ്മരിച്ചുകൊണ്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. ഇവിടെ 1-ാം ഭാഗത്ത് മറിയത്തിന് ലഭിച്ച ആ കൃപകൾ അത് എത്ര വലുതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. മറിയ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്ത് പറയുന്ന 2 കാര്യങ്ങൾ നമുക്ക് അറിയാം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കുവാൻ ഞാൻ എത്ര ഭാഗ്യം ചെയ്തു. അതുപോലെ അവസാനം പറഞ്ഞു വയ്ക്കുന്നത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയെന്ന്. തീർച്ചയായും ആ കാര്യങ്ങളെല്ലാം അനുസ്മരിക്കുന്ന ഒന്നാണ് 1-ാം ഭാഗത്ത് നമുക്ക് കാണുക. കാരണം കർത്താവ് അവളുടെ ജീവിതത്തിൽ അതുപോലെ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എല്ലാവരും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് പറയുന്നു. അതുവരെ അവൾ അനുഭവിച്ച വേദനകൾ വളരെ വലുതാണ്. പക്ഷേ ഞാൻ എടുത്ത തീരുമാനത്തെ പ്രതി എല്ലാവരും ഇന്നു മുതൽ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. കാരണം തൻ്റെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായി വിട്ടു നൽകിയപ്പോൾ അത് തുടക്കത്തിൽ ഒരു വേദനയായി മറ്റുള്ളവർക്ക് തോന്നാമെങ്കിലും ഒരു ശാപമായി തോന്നാമെങ്കിലും പിന്നീട് അവളെ ലോകമെമ്പാടും ഉള്ളവർ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. കാരണം അവൾ എടുത്ത ആ ഉചിതമായ ഒരു തീരുമാനത്തെ പ്രതി. പ്രിയമുള്ളവരെ, അവളെടുത്ത ആ ഉചിതമായ ഒരു തീരുമാനമാണ് രക്ഷകനായ യേശുവിന് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനുള്ള അവസരമൊരുക്കുന്നത്. മാത്രമല്ല, മറിയത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ അവൾ കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇതിൽ നിന്ന് കർത്താവ് നമ്മോട് പറയുന്ന കാര്യം, കർത്താവിൻ്റെ സന്നിധിയിൽ
ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ എളിമയോടെ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകുന്നുണ്ട്. ആ അനുഗ്രഹങ്ങൾ എളിമയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക. കർത്താവിന് മുമ്പിൽ എളിമയോടുകൂടെ അത് അനുസ്മരിക്കുകയും നന്ദി പറയുകയും ചെയ്യുക. രണ്ടാമതായി, ദൈവത്തെ താൻ എപ്രകാരമാണ് കാണുന്നത് എന്നാണ് മറിയം പറയുന്നത്. കാരണം രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഈ രണ്ട് കാര്യങ്ങളും ഇസ്രായേൽ ജനത പൊതുവായി കാണുന്ന രണ്ട് കാര്യങ്ങളാണ്. കർത്താവിൻ്റെ നാമം എന്ന് പറയുന്നത് പരിശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആ നാമം ഉച്ചരിക്കാൻ പോലും അവർ പലപ്പോഴും പേടിച്ചിരുന്നു. മാത്രമല്ല, തലമുറകൾ തോറും കർത്താവ് കരുണ കാണിക്കുന്നു എന്നത് ഇസ്രായേൽ ജനതയുടെ വിശ്വാസമായിരുന്നു. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ മറിയവും പറയുന്നത്: ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നത് ഇപ്രകാരമാണ്, പരിശുദ്ധമായൊരു നാമം പേറുന്നവൻ, അതുപോലെ തന്നെ തൻ്റെ ജനത്തോട് നിരന്തരം കരുണ കാണിക്കുന്നവൻ. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചും ദൈവം അതുതന്നെയാണ്, പരിശുദ്ധ നാമത്തിൻ്റെ ഉടമയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പാപങ്ങളൊന്നും പരിഗണിക്കാതെ എപ്പോഴും നമുക്ക് വേണ്ടി കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നമ്മളെപ്പോഴും ആരാധിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യണം. മൂന്നാമതായി, കർത്താവ് തൻ്റെ വാഗ്ദാനം നിറവേറ്റുന്ന വ്യക്തിയാണ്. ആ വാഗ്ദാനം അനുസരിച്ചാണ് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം കാണിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ആ ഭുജം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്, നമ്മളെ ഓരോരുത്തരെയും നയിക്കുവാൻ വേണ്ടിയാണ്, നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതേസമയം ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു കളയുന്ന ദൈവത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മൾ അഹങ്കാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് പതിയെ പതിയെ സ്ഥാനം ഇല്ലാതാകുന്നു. ഇസ്രായേൽ ജനത അതിൻ്റെ തുടക്കത്തിൽ ഒന്നുമല്ലാതിരുന്ന അവസരത്തിൽ അവർക്ക് ദൈവം എല്ലാമായിരുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞിട്ടേ മറ്റുള്ളവർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ എന്തൊക്കെയോ നേടിയെന്ന് തോന്നിയപ്പോൾ, അല്ലെങ്കിൽ തങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് അവർ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ പതിയെ പതിയെ ദൈവം അവരുടെ ജീവിതത്തിൽ നിന്നും അകന്നു തുടങ്ങി, അല്ലെങ്കിൽ ദൈവത്തെ അവർ മറന്നു തുടങ്ങി. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് പലപ്പോഴും സംഭവിക്കാറ്. ഞാൻ എന്തൊക്കെയോ ആയി തീർന്നു, എനിക്ക് എന്തൊക്കെയോ അറിയാം, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് ചിന്തിക്കുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവം ഇല്ലാതായി തുടങ്ങുകയാണ്. അവിടെ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് അഹങ്കാരം കടന്നു വരികയും ആ അഹങ്കാരം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്ന് ഞാൻ എന്തൊക്കെയോ ആയി എന്ന് ചിന്തിച്ചു തുടങ്ങുന്നുവോ ആ നിമിഷം മുതൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു തുടങ്ങുന്നു എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവത്തിൻ്റേതായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്താണ് ചെയ്യേണ്ടത്? ഹൃദയത്തിൽ എപ്പോഴും വിശുദ്ധ കന്യകാമറിയത്തെ പോലെ എളിമ കാത്തു സൂക്ഷിക്കുക. ഒരുപക്ഷേ ലോകം മുഴുവൻ തന്നെ വാഴ്ത്തിപ്പാടിയേക്കാം, പക്ഷേ അവിടെ എളിമയോടെ ഇത് കർത്താവ് നൽകിയ അനുഗ്രഹമാണ്, കർത്താവിൻ്റെ കൃപ എന്നിലേക്ക് കടന്നു വന്നതുകൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒന്നാണ് എന്ന തിരിച്ചറിവ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെയോ ആയി തീർന്നു എന്ന് ചിന്തിക്കുവാൻ നമ്മൾ പരിശ്രമിക്കും. അതനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരാജയങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഈ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായി ഈ 3 സന്ദേശങ്ങളെ എടുക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും എളിമയോടുകൂടെ അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. കർത്താവ് ആരാണെന്ന് സ്വയം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുക. എൻ്റെ ജീവിതത്തിൽ കർത്താവിന് ഞാൻ നൽകുന്ന സ്ഥാനം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ പരിശ്രമിക്കാം. അതേ സമയം എൻ്റെ ജീവിതത്തിലേക്ക് അഹങ്കാരം കടന്നു വന്നാൽ ആ നിമിഷം ദൈവം എന്നിൽ നിന്നും അകന്നു പോകുന്നു എന്ന് തിരിച്ചറിയുക. അങ്ങനെ ഈ ക്രിസ്മസ് കർത്താവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലെ അഹങ്കാരം എടുത്തു മാറ്റിക്കൊണ്ട് പൂർണ്ണമായ എളിമയോടെ കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാനും കർത്താവിന് നമ്മുടെ ഹൃദയത്തിൽ നല്ലൊരു പുൽക്കൂട് ഒരുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.